ഹായ് ഓൾ ഫെറ്റ്ലിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ MITM എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു എയർപോർട്ട്, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഈ സ്ഥലത്തെല്ലാം തന്നെ പബ്ലിക് വൈഫൈ അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിന് ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് ഡാറ്റ വേസ്റ്റ് ചെയ്യണം, എനിക്ക് ആ ഫ്രീ ആയിട്ടുള്ള വൈഫൈ ഉപയോഗിക്കാമല്ലോ എന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടം നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിരിക്കുന്ന മോസ്റ്റ് പബ്ലിക് ഫ്രീ വൈഫൈ തന്നെ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന അറ്റാക്കിന് വൾണബിൾ ആണ്. നമ്മൾ ആ വൈഫൈയിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വേറൊരു സൈബർ ക്രിമിനൽ അല്ലെങ്കിൽ ഒരു ഹാക്കർ ഒളിഞ്ഞിരിപ്പുണ്ടാവും അതേ നെറ്റ്വർക്കിൽ. അങ്ങനെ നമ്മൾ ആ നെറ്റ്വർക്കിൽ എന്ത് ചെയ്യുന്നുവോ ആ അറ്റാക്കറിന് ആ കാര്യങ്ങളെല്ലാം തന്നെ റീഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്? പേരിലുള്ള പോലെ തന്നെ എ മാൻ ഇൻ ദ മിഡിൽ, അതായത് നമ്മുടെ ഡിവൈസും മറ്റൊരു ഡിവൈസിൻ്റെ കണക്ഷൻ്റെ ഇടയിൽ ഒരു ഹാക്കർ വന്നിട്ട് നമ്മുടെ ആ രണ്ട് ഡിവൈസിനുള്ള നടക്കുന്ന ആ കമ്മ്യൂണിക്കേഷനെ റീഡ് ചെയ്യുന്ന ആ ഒരു അറ്റാക്കിനെ പറയുന്ന പേരാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ കോഫി ഷോപ്പ് എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ അവിടെ ഫ്രീ വൈഫൈ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ സാധാരണയായി തന്നെ വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് HTTPS അല്ല, വെറും HTTP മാത്രമാണ്. അപ്പോൾ നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തിട്ട് അവിടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് വരികയാണ്. അങ്ങനെ നമ്മുടെ അവിടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഡിവൈസിൽ നിന്നും ആ സെർവറിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. ഇവിടെ ആ HTTPS അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡേറ്റ നമ്മൾ കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡ് പോകുന്നത് വെറും ക്ലിയർ ടെക്സ്റ്റ് ആയിട്ടാവും. അപ്പോൾ നമ്മുടെ ഈ സിനാരിയോയിലേക്ക്, അതായത് ആ കോഫി ഷോപ്പിലെ നെറ്റ്വർക്കിൽ ഒരു ഹാക്കർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ യൂസർ നെയിം പാസ്വേഡ് ക്ലിയർ ടെക്സ്റ്റായി ആ സെർവറിലേക്ക് പോകുമ്പോൾ ഈ അറ്റാക്കറിന് ഈ നമ്മുടെ ഈ കണക്ഷൻ്റെ നടുവിൽ വന്നിട്ട് ആ ഡേറ്റ ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് കൊണ്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സിനാരിയോ പോലെ തന്നെ നമ്മുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിയർ ടെക്സ്റ്റ് ആയി പോയി വേറൊരാൾക്ക് അവിടെ ഈസി ആയിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അയാൾക്ക് ആ ക്രെഡൻഷ്യൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടാണോ ലോഗിൻ ചെയ്തത് അവിടെ ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും. പിന്നെ ഒന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നതാണ്. അതിപ്പോൾ ഒരു ബാങ്ക് വെബ്സൈറ്റ് ആണെങ്കിലോ, ബാങ്ക് വെബ്സൈറ്റ് ആണെങ്കിൽ അവിടെ അറ്റാക്കറിന് ആ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാമല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതല്ലാതെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു പബ്ലിക് ഫ്രീ വൈഫൈയിൽ അവിടെ ഒരു എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ഒരു അറ്റാക്കറിന് ഈസിയായി ചോർത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് HTTP വെബ്സൈറ്റുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും HTTPS യൂസ് ചെയ്താൽ നമ്മൾ സേഫ് ആയിരിക്കും അല്ലേ. ഒരിക്കലും അല്ല. അക്കോർഡിംഗ് ടു 2016, അതായത് 2016 റിപ്പോർട്ട് പ്രകാരം ഏകദേശം 90% ഓഫ് HTTPS സെർവറാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിന് ഇരയാക്കപ്പെട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാം? ഫസ്റ്റ് കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഒരു പബ്ലിക്കായിട്ടുള്ള ഫ്രീ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ബ്രൗസ് ചെയ്തായിരിക്കുക. പിന്നൊന്ന് പറയുന്നത്, ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് VPN യൂസ് ചെയ്യുക. ഏത് VPN ആണ് നല്ലത്, അങ്ങനെയുള്ള VPNനെ കുറിച്ചൊരു വിശദമായ വീഡിയോ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VPNനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. നല്ല VPN ഏതാണെന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ VPN യൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ലൊക്കേഷൻ മാസ്കിംഗ് ആണ്. അതായത് നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ ബ്രൗസ് ചെയ്യുന്നതെന്ന് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെന്ന് പറയുന്നത് ബൈപ്പാസിങ് ജിയോ ബ്ലോക്കിംഗ് ആണ്. അതായത് ഈ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പല വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ VPN യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ബ്ലോക്ക് നമുക്കവിടെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും. പിന്നെന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സെൻസർഷിപ്പാണ്. ഇതെന്ന് പറയുന്നത് ചില കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ചിലവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് VPN യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ്റും കാര്യങ്ങളും പല ഇപ്പോൾ 18+ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ വയലൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ VPN എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി ഉപയോഗിക്കാതെ നല്ല നല്ല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും അനുയോജ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്
അനാവശ്യമായിട്ടുള്ള ഇമെയിൽസും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ചെയ്ത് അതിൽ വരുന്ന ലിങ്കും കാര്യങ്ങളും ആക്സസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മെയിൽ വരും, അതായത് നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് അപ്ഡേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള മെയിലും കാര്യങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാതെ ഓപ്പൺ പോയി അവിടെ നമ്മുടെ ഡേറ്റയും കാര്യങ്ങളും കൊടുക്കാതിരിക്കുക. ഇപ്പോഴെന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ, അതായത് നല്ല ട്രസ്റ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്നത് വഴി നമുക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് തന്നെയാണെങ്കിൽ വിൻഡോസ് തന്നെ ഡീഫോൾട്ടായിട്ട് അവിടെ ഡിഫൻഡർ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബേസിക് പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് വിൻഡോസ് ഡിഫൻഡർ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തേർഡ് പാർട്ടി ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. എന്ന് പറയുന്നത് നമ്മൾ ഒരു പബ്ലിക് വൈഫൈയിലോ അല്ലെങ്കിൽ പബ്ലിക് വൈഫൈയിലല്ല, ഏതൊരു വൈഫൈയിലായാലും അല്ലെങ്കിൽ നെറ്റ്വർക്കിലായാലും HTTPS ഉള്ള വെബ് പേജ് മാത്രമേ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കാവൂ. HTTP വരുന്ന വെബ്സൈറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ കേസ് അങ്ങനെയുള്ള വെബ് പേജ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ യാതൊരുവിധ ഡേറ്റയോ കാര്യങ്ങളോ നമ്മളവിടെ കൊടുക്കാതിരിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തതാണ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മെയിനായിട്ടും പറയാനുള്ളത്, ഒരു പബ്ലിക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഫ്രീ വൈഫൈ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ തന്നെ മൊബൈൽ ഡേറ്റയും കാര്യങ്ങളും യൂസ് ചെയ്ത് HTTPS വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം യൂസ് ചെയ്ത് സേഫായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഒന്ന് താല്പര്യമുള്ള ടോപ്പിക്സ് കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനെപ്പറ്റി പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.